വേനൽ കടുത്തതോടെ ശുദ്ധജലത്തിനായി നെട്ടോട്ടം. കാസർകോട് തളങ്കരയിലാണ് കുടിവെള്ളമില്ലാത്ത നിരവധി കുടുംബങ്ങൾ പ്രതിസന്ധിയിലായത്. ശുദ്ധജലത്തിനായുള്ള ഇവരുടെ ആവശ്യങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് ഒരു വിഭാഗം ഉപഭോക്താക്കളുടെ ആരോപണം. കാസർകോട് നഗരസഭാ പരിധിയിലെ കൊപ്പലിലെ 15ലധികം കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ പ്രതിസന്ധി നേരിടുന്നത്. കഠിനമായ ചൂടിൽ കുട്ടികളടക്കം ദുരിതമനുഭവിക്കുകയാണ്. കുടിവെള്ള പൈപ്പ് സ്ഥാപിച്ചെങ്കിലും പദ്ധതി നടത്തിപ്പ് പൂർണ്ണ പരാജയമായിരുന്നു. പിന്നോക്ക ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഇവിടം കൂടുതൽ പരിഗണന ആവശ്യപ്പെടുന്ന പ്രദേശമാണ്. இங்கே சுத்தமாக தண்ணியே இல்லை. நாங்கள் 4 வருஷமாக தண்ணியே இல்லை. நாங்கள் 18 வருஷமாக இங்கே தான் இருக்கோம். நாங்கள் இங்கே இருந்துட்டு போயிடுவோம். இங்கே இருக்கவங்க தான் தண்ணி இல்லாமல் ரொம்ப கஷ்டப்படுறாங்க. தயவுசெய்து தண்ணிக்கு ஏற்பாடு பண்ணித்தாங்க. പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കയറുന്നതും ശുദ്ധജല സ്രോതസ് ഇല്ലാത്തതും പ്രദേശത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കിലോമീറ്റർ അകലെ നിന്നാണ് ഇപ്പോൾ കുടിവെള്ളം ശേഖരിക്കുന്നത്. കുടിവെള്ളം കിട്ടാതായതോടെ പലരും താമസം താൽക്കാലികമായി മാറ്റിയിരിക്കുകയാണ്. മറ്റിടങ്ങളിൽ അഭയം തേടാൻ സാധിക്കാത്തവർ മാത്രമാണ് ഇവിടെ ഇപ്പോൾ താമസിച്ചു വരുന്നത്. വെള്ളത്തിന് ഭയങ്കര താമസം. ഞാൻ രാത്രി വിളക്കാക്കാൻ പോയിട്ട് വന്നിട്ട് വെള്ളത്തിന് പോകുമ്പോൾ വെള്ളം ഈ പൈപ്പിലുണ്ടാകുന്നില്ല. അത്ര കഴിവില്ലാത്ത ജീവിതമാണ്. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. ഇല്ലെങ്കിൽ അധികാരികളുടെ അനാസ്ഥക്കെതിരെ പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, കാസർകോട്.